അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത് കൊല്ലത്തേക്കാണ്. അവിടെ ജർമ്മൻ ടെക്നോളജിയിൽ നവീകരണം ആരംഭിച്ച ഒരു റോഡുണ്ട്. അത് കിഴക്കൻ മേഖലയാണ് കൊല്ലത്തിന്റെ. പണിതിട്ടും പണി തീരാത്ത ഈ റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ പാതിവഴിയിൽ നിലച്ച മട്ടാണ്. ജർമ്മൻ വിദ്യ പോയിട്ട് നാടൻ രീതിയിലെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് ഇതുവഴി സഞ്ചരിച്ച് നട്ടില് തകർന്നു തുടങ്ങിയ നാട്ടുകാരുടെ അപേക്ഷ. ആ നേർക്കാഴ്ചയിലേക്കാണ് ആദ്യം. കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കിയ ജനകീയനായ ജനപ്രതിനിധിയാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു റോഡിന്റെ നിർമ്മാണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്. ജർമ്മൻ മാതൃകയിൽ പണിയുന്ന ആ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണാൻ പോവുകയാണ് ഞങ്ങൾ. നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രധാനമാണ് സഞ്ചാരയോഗ്യമായ റോഡുകൾ. കൊല്ലം ജില്ലയിലെ പത്തനാപുരം, അലിമുക്ക്, പുന്നല, കറവൂർ എന്നീ കാട്ടുവഴികൾ നാട്ടുവഴിയായെങ്കിലും ഇവിടെയൊരു നല്ല സഞ്ചാരപാത ആഗ്രഹിച്ച നാട്ടുകാരെ കുറ്റം പറയാനാകില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനാപുരം MLA-യും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KB ഗണേഷ് കുമാർ ഇവർക്ക് മികച്ച റോഡൊരുക്കാൻ രംഗത്ത് വന്നത്. വെറും റോഡല്ല, ജർമ്മൻ ടെക്നോളജിയിൽ ഒരു റോഡ്. 2 വർഷം മുമ്പ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരുവിധം മാനമര്യാദയ്ക്ക് KSRTC ബസ് സഹിതം ഒരു 300-400 കൂടുതൽ വാഹനങ്ങളുള്ള ഒരു ഗ്രാമത്തെ അച്ചൻകോയിൽ എന്ന് പറഞ്ഞ ഒരു വലിയ ക്ഷേത്രത്തിലെയൊക്കെ ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ 4 കിലോമീറ്റർ ഭാഗമാണ് ഈ കാണുന്നത്. അത് ഒരുവിധം മാന്യമായ രീതിയിൽ കിടന്ന റോഡിനെ മാന്തിപ്പൊളിച്ച് എന്തോ ജർമ്മൻ ടെക്നോളജി ഇതിൻ്റെ വകുപ്പ് മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ MLA മുന്നിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തൊരു പ്രസ്ഥാനമായത്. മനുഷ്യനോട് എത്ര ഉത്തരവാദിത്വം ഇവർക്ക് ഈ പറയുന്ന അന്ന് അദ്ദേഹം മന്ത്രിയാണ്, എത്ര ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുള്ളത്? അവർ ഇപ്പം തന്നെ സാധാരണ നമ്മുടെ റോഡ് പണിഞ്ഞ ഈ കലുങ്ക് താത്ത് പണിഞ്ഞേക്കും. ഈ റോഡിന് ഈ എഞ്ചിനീയർമാരുടെ വലിയ പോരായ്മയും കുറ്റമുണ്ട്. ഈ കലുങ്ക് താത്ത് പണിഞ്ഞേക്കും. ഇവിടെ ഇനി എന്തും വേണ്ടി പൊക്കിയാലോ ഈ റോഡ് ഉണ്ടാകണമെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടായി റോഡിൽ കൂടെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനേ. ജീവൻ പണയപ്പെടുത്തി വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. അല്ലെങ്കിൽ ഇത്തിരി സർക്കസും അഭ്യാസവും ഒക്കെ അറിഞ്ഞിരിക്കണം. റോഡിലെ മെറ്റലുകൾ അത്രയും ഇളകി മാറി. കലുങ്കിനും ഓടയ്ക്കും വേണ്ടിയെടുത്ത കുഴികളെല്ലാം അതേപോലെ കിടപ്പുണ്ട്. കുഴികൾക്കൊപ്പം അപകട ഭീഷണി ഉയർത്തി കോൺക്രീറ്റ് കമ്പികളും. ഇതുവഴി ഓട്ടം പോകാൻ ഓട്ടോ ഡ്രൈവർമാർക്ക് പോലും ഭയമാണ്. എന്നും പണി തന്നെ വണ്ടിക്ക് ഓടുന്ന പൈസ പിന്നെ വർഷോപ്പിൽ കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഒരു കലുങ്ക് പണിയും പിന്നെ 6 മാസം അവിടെ കിടക്കും, പിന്നെ ഒരു കലുങ്ക് പണിയും പിന്നെ 6 മാസം കിടക്കും. വാഹനങ്ങൾ ഓട്ടം വരാറില്ലെന്നും വന്നാൽ ഇരട്ടി കൂലി കൊടുക്കണമെന്നും യാത്രക്കാരും പറയുന്നു. 60 രൂപ കൊടുത്ത് വരുന്ന ആട്ടോയ്ക്ക് ഇപ്പോൾ 200 രൂപ കൊടുക്കണം. 100-120 രൂപ വണ്ടിക്കൂലി മേടിക്കും. നമ്മൾ കൊടുക്കാതിരിക്കാനും ഒക്കത്തില്ല. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുവാണ്. മലയോര മേഖലയാണ്, തൊഴിലാളികൾ കൂടുതൽ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. 100-ൽ പരം ആൾക്കാർ വൈകിട്ടാവുമ്പോൾ ഈ ജംഗ്ഷനിൽ കാണുന്നത്. ഇപ്പോൾ ഒരു 10 പേര് പോലും ഈ ജംഗ്ഷനിലില്ല. സ്കൂട്ടറിൽ ഇവിടെ വരാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥയാണ്. പത്തനാപുരം ഏനാത്ത് റോഡിന്റെ അവസ്ഥയും ഏതാണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. ഈ അനുഭവം മുൻനിർത്തിയാണ് പാതി വഴിയിൽ ഉപേക്ഷിക്കാനാണെങ്കിൽ റോഡ് പൊളിക്കരുതെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കൊട്ടിഘോഷിച്ച തേങ്ങയുടച്ച് റോഡ് പൊളിച്ചു. അവിടെ തുടങ്ങി യാത്രക്കാരുടെ കഷ്ടകാലം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റില്ല. ഇവിടെ മറ്റെന്തെങ്കിലും ഒരു പാമ്പ് കടിച്ചാൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ പുന്നല ഒരു അമ്മൂമ്മ കൊട്ടാരമുണ്ട്. അവിടെ ഞങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് ആൾക്കാരൊന്നും വരാതെ ഞങ്ങളൊക്കെ കടക്കാരെല്ലാം വളരെ പട്ടിണിയിലാണ്. എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണം ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ഇപ്പോൾ നഷ്ടക്കണക്കുകൾ നിരത്തി കരാർ ഉപേക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാരനെന്നാണ് അറിയുന്നത്. നിർമ്മാണത്തിനായി എത്തിച്ച യന്ത്രസാമഗ്രികൾ അത്രയും നീക്കിക്കഴിഞ്ഞു. വിഷയം ഏറ്റെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രംഗത്ത് വന്നിരുന്നു. ഒരു കാര്യവും ഉണ്ടായില്ല. ജർമ്മൻ ടെക്നോളജിയുടെ പേരിൽ ഈ പണി ആരംഭിക്കുമ്പോൾ നാളികേരമുടച്ചാണ്, അതായത് വിഘ്നേശ്വരന് തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നാളികേരമുടച്ചാണ് ഈ പണി ആരംഭിച്ചത്. എന്നാൽ ഈ ഉടച്ച നാളികേരം ഈ നാട്ടിലെ ജനങ്ങളുടെ ഉച്ചിയിലാണ് ഉടച്ചത് എന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. പൊളിച്ചതും പൊളിഞ്ഞതുമൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ചിലയിടത്ത് തട്ടിക്കൂട്ട് ടാറി. ഈ തകർന്ന പാതയിലെ ദുരിതയാത്രയ്ക്ക് എന്ന് പരിഹാരമാകുമെന്ന ഒറ്റ ചോദ്യമാണ് ഇവിടെ എത്തിയ ഞങ്ങളോടും നാട്ടുകാർക്ക് ചോദിക്കാനുള്ളത്. അതുതന്നെയാണ് അധികാരികളോട് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്.
റോഡിൽ തന്നെ തോടും കുളവും ഒക്കെയുള്ള ഇത്ര മനോഹരമായൊരു റോഡ് ഞങ്ങൾക്ക് വേണ്ടെന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്. നടുവൊടിയാതെ യാത്ര ചെയ്യാൻ കഴിയണം, അതുമാത്രമാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അതാണ് ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന പദ്ധതിയാണ് ആ രീതിയിൽ കിടക്കുകയാണ്. വലിയ ദുരിതം ആ നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെയുള്ള ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഇതാണ് ജർമ്മൻ മാതൃക എന്ന് റോയ്മോൻ അത് പരിഹാസ രൂപേണ ഒരു കമൻറ്റ് നൽകുന്നുണ്ട്. ബ്രജിൻ പത്തനാപുരത്തെ റോഡിൻ്റെ പ്രശ്നം തീർക്കാൻ നാട്ടുകാർ തന്നെ ശക്തമായി ഇടപെട്ടാൽ മാത്രമേ നടക്കൂ എന്ന് രവികുമാർ PB നമ്മുടെ പ്രേക്ഷകൻ അങ്ങനെ പറയുന്നു. അങ്ങനെ പല കമൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.